എമ്പുരാൻ എന്ന സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചാറ്റ് ജിപിടിയോട് തന്നെ ഒന്ന് ചോദിച്ചാലോ. പ്രധാനമായും നമ്മൾ ചാറ്റ് ജിപിടിയോട് ചോദിക്കുന്നത് ഈ സിനിമയെക്കുറിച്ച് ഗ്ലോബലി ഉള്ള ക്രിറ്റിക്സിന്റെ അഭിപ്രായം എടുത്തിട്ട് അതിന്റെ ഒരു ആവറേജ് സ്കോറിംഗ് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചാറ്റ് ജിപിടിക്ക് വേണ്ട പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചാറ്റ് ജിപിടിക്ക് കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് നമുക്ക് റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്പോൺസ് ആണ് എടുക്കാൻ പോകുന്നത്. ഐ പ്രിഫർ ദിസ് റെസ്പോൺസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇമോഷണൽ ഇമ്പാക്റ്റിനകത്ത് ഔട്ട് ഓഫ് 5 3 ആണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം സിനിമയുടെ ആദ്യത്തെ 20 മിനിറ്റ് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇമോഷണലി എല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പെർഫോമൻസ് ആൻഡ് ക്യാരക്ടർ ഡെപ്തിലേക്ക് വരുമ്പോഴത്തേനും 3.5 റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. 3.5-നകത്ത് മെയിനായിട്ട് ഖുറേഷി അബ്രാം, സയ്യിദ് മസൂദ് എന്നുള്ളവർക്ക് കൂടുതൽ സ്ക്രീൻ ടൈമും, ഇന്ദ്രജിത്ത്, ടൊവിനോ തുടങ്ങിയവര് യൂസ് ചെയ്തിട്ടില്ല, വേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടില്ലെന്നാണ് ചാറ്റ് ജിപിടി പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ചാറ്റ് ജിപിടിന്റെ അടുത്ത് ചോദിച്ചത് സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ആണ്. അതിനകത്ത് 3 റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് 5. പ്രധാനമായിട്ടും ചിത്രത്തിന്റെ അതായത് സ്ക്രീൻ പ്ലേ അതും സ്റ്റോറി ലൈനും കുറച്ചുകൂടി പ്രെഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ് ചാറ്റ് ജിപിടി പറയുന്നത്. നാലാമതായിട്ട് ചാറ്റ് ജിപിടി പറയുന്നത് മ്യൂസിക് ആൻഡ് ടെക്നിക്കൽ ക്വാളിറ്റിനെ കുറിച്ചാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഈ സ്കോറിംഗ് കിട്ടാനുള്ള കാരണം ഇതിന്റെ ഒരു മേക്കിംഗ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനേക്കാളും കൂടുതൽ എടുത്തു പറയേണ്ടത് ഈ ഫിലിം മേക്ക് ചെയ്ത രീതി, അതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റിനെ കുറിച്ച് തന്നെയാണ്. അതിന് 4 റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് 5. അഞ്ചാമതായിട്ട് റീവാച്ചബിലിറ്റി ഡിസ്കഷൻ വാല്യൂല് 3 ആണ് റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. അതായത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായി വന്ന സിനിമ കുറച്ച് നരേഷൻ കൊണ്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈം ഒരു 3 മണിക്കൂർ നീണ്ടുന്ന ഒരു ചിത്രം ആയതുകൊണ്ട് തന്നെ അത്രയും ഒരു ലൂസിഫർ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3 റേറ്റിംഗ് ചാറ്റ് ജിപിടി വന്നത്. പിന്നീട് നമ്മൾ അഡീഷണൽ ആയിട്ട് ചോദിച്ച മാസ് മീറ്റർ 3.5 ആണ്. അതായത് പടത്തിനകത്ത് പലയിടത്തും സ്ലോ മോഷൻ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈനലായിട്ട് നമുക്ക് AI ജനറേറ്റഡ് റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് 3.3 ആണ് ഔട്ട് ഓഫ് 5. അതായത് എമ്പുരാൻ എന്നുള്ള ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് ലൂസിഫർ എന്ന സിനിമേന്റെ അത്രയും ഒരു ക്യാരക്ടർ ഡെപ്തും കാര്യങ്ങളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മേക്കിംഗ് സ്റ്റൈൽ ഉള്ളത് കൊണ്ട് തന്നെ ചിത്രം വളരെ നല്ല രീതിയിൽ ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യുമെന്നാണ്. ഇതൊരു AI ജനറേറ്റഡ് റിവ്യൂ ആണ്. ചാറ്റ് ജിപിടി ക്യാൻ മേക്ക് മിസ്റ്റേക്ക്. അപ്പം ഈ AI റിവ്യൂ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.